ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പൊ പറയാനായിട്ട് എന്തായിരിക്കും? അവരിപ്പോ എല്ലാത്തൊന്നും വലിയ നിൽക്കുക. ജെൻസി ആണെങ്കിൽ പോലും എല്ലാം ജെൻസി എന്നുള്ളതല്ല, എനിക്കിപ്പോ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇനി അടുത്ത് തന്നെ തെറിവിളി ആയിരിക്കും ഇതിന്റെ കമന്റ്. പക്ഷെ എന്നാലും ഞാൻ പറയും, എനിക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത്, ഈ മൊബൈൽ ഫോൺ ഒന്ന് കുറച്ച് ഒന്ന് ഭയങ്കര യൂസ്. എൻ്റെ മക്കൾ ഉൾപ്പെടെ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു കൊടുക്കും അവർക്ക്. എല്ലാവർക്കും സ്ക്രീൻ ടൈം കംപ്ലീറ്റ് മൊബൈലിൻ്റെ ഉള്ളിലാണ്. ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ, ഇപ്പം സലീമിക്കാൻ്റെ ആ ഒരു അവസ്ഥ അറിയാം. അന്നും ഇതുപോലെ തന്നെ മൊബൈൽ ഇതൊരു ഭയങ്കര വിഷമമായി അന്നത്തെ അവസ്ഥയിൽ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ഫോണാണ് സത്യം പറഞ്ഞാൽ ഇന്ന് എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ജെൻസി പിള്ളേരെന്നല്ല, ആരായാലും കണ്ടിട്ടില്ലേ, നടക്കുമ്പോൾ വഴികാട്ടി വരെ മൊബൈലും പിടിച്ചുകൊണ്ട് നടക്കണത്. ചിലർ കുഴിയിൽ വീഴും, ചിലർ പോസ്റ്റിലിടിക്കും. പക്ഷെ എന്നാലും മൊബൈൽ ഫോൺ ഒന്ന് സ്ക്രീൻ ടൈം അതൊക്കെ ഒന്ന് ഒഴിവാക്കി നമ്മൾ മാക്സിമം ഒന്ന് മറ്റുള്ളവരായിട്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക. പിന്നെ അതുപോലെ നല്ല നല്ല സീരിയലുകളൊക്കെ കാണുക, ടി വിയിൽ കാണുക, ഇതൊക്കെ തന്നെ. അല്ല, പണ്ട് അമ്മമാരും സീരിയൽ കാണരുത്. അല്ല, മൊബൈൽ ഫോൺ എല്ലാവരോടും ഞാൻ പറഞ്ഞത് അങ്ങനെ ഫുള്ളായിട്ട് മാറ്റണം എന്നല്ല. സീരിയലൊക്കെ ഈ പറയണ പോലെ ഇപ്പം എല്ലാവരും മൊബൈൽ ഫോണിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലേ നമ്മൾ പല ഗെറ്റ് ടുഗദറും ഇതിലൊക്കെ വരുമ്പോൾ ഇതൊരു കഴിക്കാൻ ഏറ്റവും രസം, കഴിക്കാനിരിക്കും മൊബൈൽ, കക്കൂസ പോയ മൊബൈൽ, എല്ലായിടത്തും ഇത് തന്നെയാണ്. അപ്പം എനിക്ക് അത് മാത്രമേ ഉള്ളൂ എനിക്ക് പുതിയൊരു ഇതിനോട് പറയാനുള്ളത്, പുതിയ ആൾക്കാരോട് പറയാനുള്ളത്. പുതിയ ആൾക്കാരെന്നല്ല, ഇപ്പം അത് കണ്ടിട്ട് ഇപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഫുൾ ടൈം അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സംസാരിക്കാൻ, ഇപ്പോൾ പണ്ട് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി വന്നിരുന്ന് കണ്ട് സംസാരിച്ച് എന്താ എപ്പോൾ എത്തി സുഖമാണെന്ന് പറഞ്ഞു. ഇപ്പം എന്ന് പറയുമ്പോൾ അതെ അയ്യോ ആണോ, അപ്പം ഞാനിങ്ങനെ ചോദിക്കും, ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? അപ്പോൾ സത്യം പറയാം, ശ്രദ്ധിച്ചില്ല, വെറുതെ ആണോ, ഓ ശരി, അങ്ങനെ. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ അതൊരു കൂടുതൽ യൂസേജ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് മാറ്റി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഫാമിലി ആയിട്ട് അങ്ങ് പോവാം. പിന്നെന്താ, ഉറപ്പായിട്ടും നമുക്ക് സത്യം പറയുന്നു, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു, ഒരു ഫാമിലി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സീരിയസ്ലി ഞാൻ പറയട്ടെ, ഇത് കള്ളത്തരം പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഗോൾഡ് ലോണിന് ഞാനൊന്ന് പുതുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 2-2.5 വയസ്സ് ഉണ്ടെന്ന് തോന്നുന്നു ആ കൊച്ചിന്. ചെറിയൊരു കൊച്ച്, പൊടിക്കാച്ചി കൊച്ച്. അതായത് കൊച്ചിൻ്റെ പാരൻസ് ഇരിക്കുന്നുണ്ട്. ആ കൊച്ചി ഞാൻ നോക്കിയത് ഇങ്ങനെ വളഞ്ഞിരിക്കണാണ്. ഇങ്ങനെ വളഞ്ഞിരുന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അമ്മ ആ കൊച്ചിൻ്റെ കയ്യിൽ ഫോണും കൊടുത്തിട്ട് ആ കൊച്ചിയാന്ന്, ചെറിയ പൊടിക്കാച്ചി കൊച്ചിട്ടാ, ആ കൊച്ചിയാന്ന് നോക്കിയപ്പോൾ റീൽസ് എടുത്തിട്ട് ആ കൊച്ച് നോക്കണേട്ടത്, അത് നോക്കണതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടു കേട്ടാ, ഇങ്ങനെ നോക്കണം ആ കൊച്ച്, അല്ലാണ്ട് ഇങ്ങനെയുമല്ല, ഇങ്ങനെ നോക്കിയിട്ടാ നോക്കിയപ്പോ ഫുള്ള് റീൽസ്. അതായത് ആ കൊച്ചിന് ഈ ഒരു ചെറുപ്പത്തിൽ പോലും ഒന്നും ഫുള്ളായിട്ട് കാണണം എന്നൊന്നുമില്ല, ഇങ്ങനെ സ്കിപ്പ് ചെയ്ത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊന്നും ഇവരോട് പറയണ്ടേ. ഒന്നാനെ കണ്ണൊന്നും ഉറച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ കുഞ്ഞിന്. അപ്പോൾ ആ കുഞ്ഞ് ആ ചെറുപ്പത്തിലെ റീൽസ് ഇങ്ങനെ, അതൊന്നും റീൽസിൻ്റെ പ്രത്യേകത അറിയില്ല. നമ്മൾ കുറച്ച് ഇരുന്നാൽ അതിനുള്ളൂ. ഞാൻ സത്യം പറയാം, ഞാൻ മൊബൈൽ ഫോണിൽ സ്ക്രീൻ ടൈം വളരെ കുറച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഒന്നാമത് തന്നെ റീൽസ് ഒന്നും ഇതിലോട്ട് നമ്മൾ ബിഗ് ബോസിൽ പോകേണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അതാണ് കേട്ടോ. 35 ദിവസം ഞാൻ ഉണ്ടായെങ്കിൽ തിരിച്ചു വന്നിട്ട് ഞാൻ പിന്നെ ആ ഒരു ഇത് കീപ്പ് ചെയ്ത് പോയി. തിരിച്ചു വന്നപ്പോൾ എനിക്ക് ആ മൊബൈലിനോടുള്ള ഒരു അടുപ്പം കുറഞ്ഞു ഭയങ്കരമായിട്ട്. അപ്പോൾ അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. നമ്മൾ ഇതിലോട്ട് നോക്കി ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കി പോകും. ഈ റീൽസ് പോലത്തെ സംഭവങ്ങളൊക്കെ വന്നാൽ പിന്നെ അതിൽ കണക്റ്റായി പിന്നെ നമ്മൾ പിന്നെ വേറൊന്നും ചെയ്ത് മടിയന്മാരാക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ നല്ല സമയങ്ങൾ ഇതെല്ലാം ഇതിലോട്ടായി പോണേ. ഇപ്പം ഞാൻ ട്രിപ്പ് പോയാലും അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നിങ്ങളൊന്നും വേണ്ട, റോട്ടിൽ കൂടെ ഒന്ന് വെറുതെ ഞാൻ എൻ്റെ മോനായിട്ട് വൈകിട്ട് ബൈക്കിന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ബുള്ളറ്റിൽ ഇങ്ങനെ പറയും, നമുക്ക് വെറുതെ നോക്കാം എത്ര പേര് മൊബൈൽ ഫോണിൽ നോക്കി നിൽക്കണ്ടോ. നമുക്ക് എല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണ്. ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതാണ്. ഇത് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മളൊന്ന് സംസാരിക്കാനും ഇതിനൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണ്. എന്തുണ്ട് കഴിക്കാൻ? ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ. നിനക്ക് എന്താ വേണ്ട? ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ഓക്കെ അല്ലേ, അതെടുത്തോളൂ. വീണ്ടും ഫോണിലോട്ട് നോക്കുമ്പോൾ വൈഫ് വേറെ ഫോണിൽ, കുഞ്ഞ് വേറെ ഇതിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കണം. അത് മാത്രമേ മൊബൈൽ ഫോണിനെ കുറേ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. മതി, ഓവറായി.